നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെലേക്ക് സ്വാഗതം. വർദ്ധിച്ചു വരുന്ന സൈബർ ഭീഷണികളെ ചെറുക്കുന്നതിന് സ്മാർട്ട് പോലീസിംഗിന്റെ പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഊന്നിപ്പറഞ്ഞു എന്ന വാർത്ത പുറത്തുവരികയാണ്. ഈ അടുത്തിടെ 59ാമത് അഖിലേന്ത്യാ ഡയറക്ടർ ജനറൽമാരുടെ ഇൻസ്പെക്ടർ ജനറൽമാരുടെയും സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ഒരു സമയത്താണ് ഈ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഡിജിറ്റൽ തട്ടിപ്പുകളും സൈബർ കുറ്റകൃത്യങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകളുടെ പശ്ചാത്തലത്തിൽ സ്മാർട്ട് പോലീസിങ്ങിലെ സ്മാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രാറ്റജിക്, മെറ്റിക്കുലസ്, അഡാപ്റ്റബിൾ, റിലയബിൾ ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്നതാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. സൈബർ ഭീഷണികളെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് എഐയും മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്താൻ മോദി പോലീസ് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു. ഡിജിറ്റൽ യുഗത്തിൽ നിയമനിർവഹണത്തിനായി ശക്തമായ ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് 100 നഗരങ്ങളിലുടനീളം വിജയകരമായ നഗര പോലീസിംഗ് സംരംഭങ്ങളുടെ സമഗ്രമായ ഡോക്യുമെന്റേഷനും നടപ്പാക്കലും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സൈബർ ക്രൈമുകളുടെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയിൽ പ്രധാനമന്ത്രി ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ ഭീഷണികളെ നേരിടാൻ പോലീസ് തന്ത്രങ്ങൾ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. മെച്ചപ്പെട്ട പോലീസിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ സാധ്യതകളെ മോദി ഉയർത്തിക്കാട്ടുകയും ചെയ്തു. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ പോലീസ് സേനയെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു. നിയമപാലകരിൽ നൂതനമായ സമീപനങ്ങളിലൂടെ ദേശീയ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിശാലമായ പ്രതിബദ്ധതയാണ് ഈ പ്രവർത്തനത്തിനുള്ള ആഹ്വാനം പ്രതിഫലിപ്പിക്കുന്നത്. എന്തായാലും മോദി വലിയ രീതിയിലുള്ള മോട്ടിവേഷനാണ് നമ്മുടെ പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വർദ്ധിച്ചു വരുന്ന സൈബർ ഭീഷണികളെ നമ്മുടെ ഇന്ത്യ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകർക്ക് അറിയിക്കാനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.